സാബു സാബു ഈ ശരിക്കുള്ള ഗാനമേള അതുപോലെ ഭക്തി ഗാനമേള കച്ചേരി ഇതിനൊക്കെ പോകുന്നില്ലേ? കച്ചേരിക്ക് പോകാറില്ല, ഭക്തിഗാനമേള ഗാനമേള. ഭക്തി ഗാനമേള. ഭക്തി ഗാനമേളയ്ക്ക് ഏറ്റവും കൂടുതൽ പാടുന്ന പാട്ടുകൾ ഏതൊക്കെയാണ്? ആകാശമാം പുള്ളിപ്പുലിമേലെഴുന്നള്ളും രാകാശശാങ്കനാം സ്വാമി, കപടമാം സ്വാർത്ഥത്തിൻ തലവേദനയ്ക്കും നിൻ കനിവല്ലയോ പുലിപ്പാല്, കവിത പോലൊഴുകുന്ന പുഞ്ചിരിപ്പാല്. ആകാശമാം പുള്ളിപ്പുലിമേലെഴുന്നള്ളും രാകാശശാങ്കനാം സ്വാമി സ്വാമി. അതാണ് സ്വാമി. സാബു എന്തായാലും ഇനി ഒരു പാട്ടുകൂടുണ്ട്, അതൊരു യുഗ്മഗാനമാണ്. ആ ഗാനം ആലപിക്കാനായിട്ട് പ്രശസ്തയായിട്ടുള്ള ഒരു ഗായികയുണ്ട്. ഒരുപാട് റിയാലിറ്റി ഷോയിൽ ആ കുട്ടി പങ്കെടുത്തിട്ടുണ്ട്. അസലായിട്ട് പാടും. ശ്രീലക്ഷ്മി എന്നാണ് പേര്, തൃശ്ശൂരാണ് വീട്. എന്തായാലും സാബുവായിട്ട് പാടാൻ വേണ്ടി ഞാൻ ശ്രീലക്ഷ്മിയെ സ്വാഗതം ചെയ്യുന്നു. ശ്രീലക്ഷ്മി. തട്ടിമുട്ടി താളം കൊട്ടും കട്ടവണ്ടി തള്ളിവിട് മാനേ പൊന്മാനേ. മലയാറ്റൂർ മലഞ്ചെരിവിലെ പൊന്മാനേ, പെരിയാറിൽ മീൻ പിടിക്കും പൊന്മാനേ. തട്ടിമുട്ടി താളം കൊട്ടും കട്ടവണ്ടി തള്ളിവിട് മാനേ പൊന്മാനേ. നീയല്ല ഞാനല്ല പിന്നെയാര്? ഓ മലയാറ്റൂർ മലഞ്ചെരിവിലെ പൊന്മാനേ, പെരിയാറിൽ മീൻ പിടിക്കും പൊന്മാനേ. തട്ടിമുട്ടി താളം കൊട്ടും കട്ടവണ്ടി തള്ളിവിട് മാനേ പൊന്മാനേ. ചിറ്റാടപ്പൂവിതളിൽ ചിത്തിരപ്പളുങ്കുമാല, മുത്തുമാല കോർത്തു
തട്ടിമുട്ടി താളം കൊട്ടും കട്ടവണ്ടി തള്ളിവിട് മാനേ പൊന്മാനേ മാനേ പൊന്മാനേ മാനേ പൊന്മാനേ. സബാഷ് സബാഷ് സബാഷ്. കുറേ നാളായി ഈ പാട്ടൊക്കെ കേട്ടിട്ട്. എന്താ സുഖം. ദേവരാം മാഷ് എന്തോ ഒരു നിവൃത്തിയില്ല എന്നാ ചെയ്യോ. കുറെ നാളിന് ശേഷം ഈ പാട്ട് കേട്ടപ്പോഴത്തേക്ക് ഞാൻ എവിടേക്കോ പോയി. ഇതുവരെ കേൾക്കാത്തൊരു സുഖം. അതെ, പെട്ടെന്ന് ഇത് വന്നപ്പോഴത്തേക്ക് മലയാറ്റൂർ മലഞ്ചെരുവിലെ പന്നു ഇതൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കേട്ടപ്പോഴും ഞാൻ പണ്ട് കൊച്ചിലെ ഗാനമേളയ്ക്കൊക്കെ പാടിയിട്ടുണ്ട് ഈ പാട്ട്. അത് മാത്രല്ല അണ്ണാ, പണ്ടത്തെ കാലത്ത് കാളയ്ക്ക് പോലും സംഗീതവാസനയുണ്ട്. അവസാനം വരെ ടെമ്പോ വിടാതെ അത് ഓടിക്കൊണ്ടിരിക്കുന്നു. ശ്രീലക്ഷ്മി നല്ല ശബ്ദം കേട്ടോ, ബ്യൂട്ടിഫുൾ വോയിസ്, നന്നായിട്ട് പാടി, നല്ല രസമായിരുന്നു. ഇദ്ദേഹം നന്നായിട്ട് പാടും നമ്മൾ പറഞ്ഞു മടുത്തു. ശ്രീലക്ഷ്മി എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞു, ജസ്റ്റ് ഒരു ജോലിക്ക് കയറി. എവിടെ? ആക്സെഞ്ചർ, ബാംഗ്ലൂർ. ബാംഗ്ലൂരാണോ? താങ്ക് യു സോ മച്ച്. കാര്യം അത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇങ്ങനൊരു പാട്ടെടുത്തുകൊണ്ട് വന്ന് പാടി, പിന്നെ ഞങ്ങൾ അത്ര ആനന്ദിച്ചു. താങ്ക് യു സോ മച്ച്. അപ്പൊ അണ്ണാച്ചി എന്തോ അണ്ണാച്ചി ഒരു ശ്യാം സാറിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞല്ലോ. കാരണം അദ്ദേഹമാണ് അണ്ണാച്ചിയെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന്. അതെ അതെ, തീർച്ചയായിട്ടും. അത് എനിക്ക് തോന്നുന്നു ആർക്കും അറിഞ്ഞൂടാത്തൊരു കാര്യമാണ്. കാരണം ശരത് എന്ന ഉള്ള ഒരു സംഗീത സംവിധായകൻ അല്ലെ സംഗീതജ്ഞനെ ആദ്യമായിട്ട് സിനിമയിൽ കൊണ്ടുവന്നത് ശ്യാം സാറാണ്. അതെ. അയ്യോ, അദ്ദേഹത്തിന്റെ ഒരു പാട്ട്. പിന്നെ തീർച്ചയായിട്ടും എത്രയോ പാട്ടുകൾ അത് അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാം ഹിറ്റുകളാണ് അണ്ണാ. ഞാൻ ശ്യാം സാറിൻ്റെ ഒരു പാട്ട്, നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിത്തരാം. ലയമാ തിരുമധുരവുമായി ലയമാ മധുവുമായി നിറയെ പൂക്കുന്നിതാ ആസ്വാദന പൂച്ചെണ്ടുകൾ. അവയുടെ അനുപമ നൈവേദ്യം നുകരൂ, ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ. സ്വരമാം ചിറകിൽ അലസം നിങ്ങളിൻ മനസ്സിൻ്റെ ഉപവനത്തിൽ പറന്നുവാ, ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ. ആഹാ, സബാഷ് സബാഷ്. താങ്ക് യു.